നമുക്ക് പാട്ട് തന്നത്. ഞാനിപ്പോ മിനിയാത്ത വേദിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തെ ഓർക്കാതെ ഒരിക്കലും പാട്ടിനൊരു പൂർണ്ണത കിട്ടൂല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇന്നൊരു പാട്ട് കേട്ടു, ഇന്ന് ഞാൻ ഒരു പാട്ട് കേട്ടു. ചില ആളുകൾ ഉറങ്ങിക്കിടക്കുകയാണ്. ഇവർക്ക് ഈ ആനക്ക, ഞാൻ അതുകൊണ്ട് ആനക്ക ആനന്റെ വലിപ്പം അറിയില്ല എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ചില രചയിതാക്കൾക്ക് പോലും അവരുടെ വലുപ്പം എത്രത്തോളം ഉണ്ട് എന്ന് അറിയില്ല എന്നുള്ളതാണ്. നിങ്ങളെ കൂട്ടത്തിലുണ്ട് ഒരാൾ, ആളെ പാട്ട് എന്റെ കയ്യിലുണ്ട്, ഞാൻ കുറച്ചായിട്ട് പാടിത്തരാം. ഈ പാട്ട് ഞാൻ ശരിക്കും നോക്കിയ സമയത്ത് ഞാൻ ഷെരീഫ് സാഹിബായിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് ചർച്ച ചെയ്തു. വെറുതെ നിങ്ങൾ ഇത് വരി ശ്രദ്ധിച്ചു ചോദിച്ചു. ഞാൻ അതിന്റെ പല്ലവി എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അത് ഇൻഷാ അല്ലാഹ് അടുത്ത മാസോ അതിനപ്പുറത്തെ മാസോ എന്റെ താഷ്ക് എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് വരുന്നുണ്ട്. അതിൽ ഞാൻ അത് ഉൾക്കൊണ്ടിരുന്നു. കാരണം ഞങ്ങൾ ഉദ്ദേശിച്ച താളവട്ടത്തിലുള്ള പാട്ടും കട്ടക്കാതെ എന്തോ ഒരു പാട്ട് അയച്ചു തന്ന് ഞാനൊന്ന് കേൾക്കാനിടയായി. കേട്ടപ്പോ ഞങ്ങൾക്ക്, ഞാൻ എന്റെ കൂടെ പാടുന്ന ആൾക്ക് അയച്ചോണ്ട് ഈ പാട്ട് എങ്ങനെയുണ്ട്. അപ്പോൾ ഋഷികത് നല്ല സാധനമാണ്, ഇത് ആര് ചെയ്തതാ, വയമാണോ സംഭവം എന്താണ് ആര് ഓയമൊന്നുമല്ല, ആള് പഠിത്തത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് സംഭവം. ചില ആളുകൾക്ക് അവരുടെ ഭാവന എത്രത്തോളം ഉണ്ട്, അതായത് പാട്ടിൽ നമ്മൾ കൊടുക്കേണ്ട ആശയം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാം. ആളാരും അല്ലത് നേരങ്ങളുടെ മുമ്പിൽ ആ പച്ച ഷർട്ട് ഇട്ടിട്ട് ഷാഫി മാഷി എഴുതിയ ഒരു പാട്ട് സംഭവം അത് വേറൊരു തലങ്ങളിലാണ്. ഞാൻ ഷാഫി മാഷി ഇരുത്തി പറയാൻ നിങ്ങൾ ഒരിക്കലും കരുതരുത്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് കുറെ കാലത്ത് ഞാൻ എന്റെ വല്യാപ്പ എഴുതിയ ഒരുപാട് പാട്ടുകൾ കണ്ടിട്ടുണ്ട്. ഇന്ന് വരെ വല്യാപ്പ ഒരു വേദിയിലും കയറി പാടുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്റെ ജ്യേഷ്ഠൻ നസ്രു ഇവിടെ ഉണ്ട്, വായിച്ച് ഏതെങ്കിലും ഒരു വേദിയിൽ. പക്ഷെ പീഡിക തിണ്ണയിൽ ഇരുന്ന് ഒരു പെട്ടിക്കട ഉണ്ട്, ആ പെട്ടിക്കടന്റെ സൈഡിൽ ഇരുന്നു കൊണ്ട് പാടുന്ന നിരവധിയായിട്ടുള്ള പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ പാട്ടാണ്, അത് വാമൊഴിയിലൂടെ എഴുതിയതാണ് എന്ന് ഞാൻ ചില സമയങ്ങളിൽ ഈ എഴുതിയ പേപ്പർ നോക്കിയ സമയത്താണ് സി കെ ചേക്കു എല്ലാത്തിന്റെ മേലെ ഇത് എഴുതിയ കണ്ട സമയത്താണ് ഞാൻ പഠിച്ചോനെ മുമ്പിൽ ഇത്ര വലിയ എന്നിട്ടോ ഈ പാട്ട് വിറ്റും ചെയ്തു. ഇന്നിപ്പോ നമ്മളൊക്കെ ആ കണത്തുപെട്ട ആൾക്കാരാണ്. അതായത് ഇന്നത്തെ കാലത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇന്ന് പാട്ടുകൾക്ക് ഭയങ്കര മൂല്യമുണ്ട്. എന്ന് വെച്ചാൽ ഇന്ന് സോഷ്യൽ മീഡിയകളുടെ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഒരു പാട്ട് 1 മില്യൺ ആയി കഴിഞ്ഞാൽ 25,000 രൂപ കിട്ടും. അതിന് ഉദാഹരണമാണ് ഞാൻ വെറുതെ പറയുന്നത്. പൂർവികരായിട്ടുള്ള പറയുന്നത് കേട്ടോ, പൂർവികരായിട്ടുള്ള ആൾക്കാർ അവരുടെ ചോര നീരാക്കി എഴുതപ്പെട്ട ഒരു പാട്ട് എന്നെ പോലെയുള്ള അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള പുതിയ കാലത്തുള്ള ആളുകൾക്ക് നല്ല വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിന്റെ കാരണം അവരിതിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? നിങ്ങൾ കാസിംഖന്റെ പാട്ടിലെ പിന്നെ ഏത് മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന